ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും. ജനാധിപത്യ പാർട്ടി, നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ അല്ലേ? സുഹൃത്തുക്കളെ, ഇന്ന് VD സതീശമേനോന്റെ പരിഹാസത്തോട് കൂടിയിട്ട് ഇന്ന് നമ്മുടെ നിയമസഭയിൽ നടന്ന ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് VD സതീശൻ ഇന്ന് ചെറുതായിട്ട് നമ്മുടെ പഴയ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് ചെറുതായിട്ടൊന്ന് കയറി. CPM-ൽ എല്ലാം ശാന്തമാണല്ലോ, ഈവൻ താങ്കളടക്കം പിണറായി വിജയൻ അടക്കം ഈ CPM-ന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറയുന്ന പലവിധ വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന രീതിയിലാണ് നമ്മുടെ VD സതീശമേനോൻ സംസാരിച്ചു തുടങ്ങിയത്. CPM-ൽ എല്ലാം ശാന്തമാണോ എന്നുള്ളതാണ്. എന്റെ സുഹൃത്തുക്കളെ, ഒരു പാർട്ടിയിലും ഒന്നും ശാന്തമല്ല. ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ VD സതീശന് ഇന്ന് ഏകദേശം ബെക്കാടി വിഷയത്തിൽ ഒറ്റപ്പെടുക്കിടുകയായിരുന്നു. അദ്ദേഹം തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. പറയുകയാണെങ്കിൽ ആകെ വെറും 32 സീറ്റ് മാത്രമാണ് നമ്മുടെ ഒരു പിണറായി വിജയൻ ഇവിടെ നയിക്കുന്ന ഈ ഒരു ഇടതുപക്ഷത്തിനുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. വെറും 32. പക്ഷേ ആ ഒരു 32 സംഗതി കൊണ്ട്, ആ ഒരു സീറ്റ് കൊണ്ട് എങ്ങനെയാണ് 100 ചില്ലറ വോട്ടുള്ള ഇവരെ നിയന്ത്രിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അങ്ങനെ തന്നെ അതിനെ പറയേണ്ടി വരും. നോക്കൂ, CPM-ൽ എല്ലാം ശാന്തമാണോ, നേതൃത്വത്തെ അണികൾ ചോദ്യം ചെയ്യുന്നതെന്ന് VD സതീശനാണ് ഇന്ന് നമ്മുടെ നിയമസഭയിൽ ചോദിച്ചത്. അപ്പോ അതിനൊരു ഗംഭീര ഉത്തരമാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയൻ ചെയ്തത്. ആ പിണറായി വിജയൻ ചെയ്ത കാര്യത്തെ പറ്റിയിട്ട് പറയണമെങ്കിൽ ഒരല്പം കാലം പുറകിലോട്ട് പോകേണ്ടി വരും. നമ്മുടെ കേരളത്തിലെ എക്കാലത്തെയും ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് ആരെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണോ എന്നൊക്കെ പറയണമെങ്കിൽ പിണറായി വിജയന്റെ കാലം കഴിയണം, ഈ ഒരു 5 വർഷം കഴിയണം. പക്ഷേ എക്കാലത്തെയും ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഇടതുപക്ഷത്താണ്. അത് VS അച്യുതാനന്ദനായിരുന്നു, ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായം ചെന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പ്രായത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവായിട്ട് തിളങ്ങാൻ സാധിക്കുമോ എന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ അന്ന് നിലനിൽക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ള സംശയങ്ങൾ മുഴുവൻ അസ്ഥാനത്താക്കിക്കൊണ്ട് നമ്മുടെ അന്നത്തെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാകുന്നതും അത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം അവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇതേപോലൊക്കെ തന്നെയാണ് പിണറായി വിജയനെയും ഈ ഒരു സമയത്ത് ആളുകളൊക്കെ കണക്കൂട്ടുന്നത്. വളരെയധികം പ്രായമായില്ലേ, ഈ മനുഷ്യനൊക്കെ പ്രതിപക്ഷ നേതാവായിട്ട് നിയമിക്കാൻ സാധിക്കുമോ, എന്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് പിണറായി വിജയനെ കൊണ്ടുവന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉറക്കെ വിളിച്ച് പറയാൻ സാധിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ കേട്ട ഒരു വിഷയം. സുഹൃത്തുക്കളെ, ഈ കേട്ട വിഷയങ്ങളെല്ലാം ശരിക്കും CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്ന വാർത്തകളാണ്, അതോ പിണറായി വിജയനെ കുറിച്ചിട്ട് എക്കാലവും ഇവിടത്തെയുള്ള മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തുള്ള ചില കഥകളുടെ ബാക്കിയാണോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇത് പിണറായി വിജയനെ കുറിച്ചിട്ട് എക്കാലവും നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത കഥകളിൽ ഒന്ന് തന്നെയാണ്. പ്രായമായിരിക്കുന്നു, ഇദ്ദേഹത്തൊക്കെ ഇനി ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണോ എന്ന് പറയുന്ന സംശയം ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ ചില മാധ്യമങ്ങളാണ്. ആ ഒരു മീഡിയ ഉണ്ടാക്കിയെടുത്ത യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ആ മീഡിയ ഉണ്ടാക്കിയെടുത്ത ഒരു അയാഥാർത്ഥ്യമായിട്ടുള്ള കാര്യത്തെ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക അല്ലെങ്കിൽ ഒരു 50% ആൾക്കാരും വിശ്വസിക്കുന്നു. എന്നാൽ അത്തരം വിശ്വാസധാരകളെ മുഴുവൻ ഇന്ന് ഒരുപക്ഷെ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം. ഒരു സമയത്ത് പിണറായി വിജയൻ താൻ പഴയ ആ ഒരു സെക്രട്ടറി സ്ഥാനത്താണ് എന്നുള്ള തോന്നലിലേക്കൊക്കെ മാറുകയെന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇന്ന് മറുപടി കൊടുത്തത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഷാർപ്പായിട്ടുള്ള ചില മറുപടികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, 62 വയസ്സുണ്ട് നമ്മുടെ VD സതീശമേനോന്. ഇന്ന് ഈ 62 വയസ്സുള്ള ആ VD സതീശമേനോനെ ഏകദേശം 80 കഴിഞ്ഞ പിണറായി വിജയൻ തന്റെ വിരൽ തുമ്പത്ത് നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ധൃതി പിടിച്ച് ബെക്കാഡിയുടെ ഏറ്റവും വീര്യം കുറഞ്ഞ ഒരു മദ്യം നമ്മുടെ നാട്ടിലത്തെ കുട്ടികളടക്കം വാങ്ങിച്ചു കുടിക്കാൻ പറ്റുന്ന വിലക്കുറവിൽ ഇവിടെ വിറ്റഴിക്കാനുള്ള ശ്രമത്തിനെ
ഇന്ന് ശക്തമായിട്ട് എതിർത്തത് ഇന്ന് നമ്മുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിപക്ഷമാണ്. ഒപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക, ഈ PM ശ്രീക്ക് സംഖ്യകൾക്ക് മുന്നിൽ നമ്മുടെ എന്താ പറയുക അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങളെ അടിയറവ് വെക്കുന്നു എന്നുള്ളത് ഇന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനെയും ഇന്ന് ശക്തമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തകർന്ന് തരിപ്പണമായത് ഇന്ന് ഇവരാണ് എന്ന് ഒരു സംശയവുമില്ലാത്ത നമുക്ക് പറയേണ്ടി വരും. രണ്ടിലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് UDFന്റെ എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ തീരുമാനമില്ലാതെ അത് രണ്ടും നടപ്പിലാക്കില്ല എന്നാണ്. അപ്പോൾ 32 സീറ്റുകാർ 100 സീറ്റുകാരെ എങ്ങനെയാണ് അടിച്ചിരുത്തുന്നത് എന്നുള്ളതാണ്. അതൊരു പവറാണ്, ഒരു സംശയമില്ല. വേണമെങ്കിൽ ഞങ്ങൾ ഇത് നടത്തുക തന്നെ ചെയ്യും എന്ന് VD സതീശനെ പറയായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ കേരളം കാണാൻ പോകുന്നത് ഒരുപക്ഷെ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വലിയ സമരമുറയായിരിക്കും. അത് PM ശ്രീ നടപ്പിലാക്കാതിരിക്കാനും നമ്മുടെ കേരളത്തിലേക്ക് സംഖ്യവൽക്കരണം കൊണ്ടുവരാതിരിക്കാനും ഒപ്പം തന്നെ മദ്യം ഏറ്റവും വില കുറച്ചിട്ട് കർണാടകയിലെ ചില കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനുള്ള VD സതീശന്റെ ഗൂഢനീക്കത്തെയും എതിർക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം മുണ്ടും മടക്കി കുത്തി ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അങ്ങനെയൊന്നും ആ ഒരു യുവത്വം അദ്ദേഹത്തിൽ നിന്ന് പോയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് അതിൻ്റെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം എന്നൊക്കെ രീതിയിലേക്ക് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഒന്നിത് കണ്ടു നോക്കൂ. ഇന്ന് പിണറായി വിജയനെ ചെറുതായിട്ടൊന്ന് പരിഹസിക്കാൻ, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ തന്നെ പാർട്ടിക്കുള്ളിൽ അപാരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം ഒരുപക്ഷെ VD സതീശന് പുറമേ നിന്നുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതായിരിക്കാം. പക്ഷെ ആ കിട്ടിയ ആ ഒരു വിവരത്തെ ഇന്ന് പിണറായി വിജയൻ മുനയൊടിച്ച് കളയുമ്പോൾ തൊട്ടപ്പുറത്ത് ആ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് ഇരിക്കാനേ സാധിക്കുന്നുള്ളൂ നമ്മുടെ VD സതീശ മേനോൻ എന്നുള്ളതാണ്. അതൊന്ന് കണ്ടു നോക്കണം. അതൊരു മാസ് ഡയലോഗാണ്, കാണാം. അതൊക്കെ ഉണ്ടാവും. ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമുള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും. ജനാധിപത്യ പാർട്ടി, നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാന് പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നെ ആരും ചോദ്യം ചെയ്തില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാനും നേതൃത്വത്തെ അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ കണ്ടില്ലേ? ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്ന പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് വളരെ അഭിമാനപൂർവ്വം VD സതീശ മേനോൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്യ വിഷയത്തിൽ ഇദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു MLA പോലും ഒപ്പമുള്ള ഒരു മന്ത്രി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ VD സതീശൻ അനുഭവിക്കുന്ന ഒരു വലിയ വിഷയം. ഇദ്ദേഹം മാത്രം ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ട ഒരു ഗതികേടിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം എന്നുള്ള രീതിയിലേക്ക് VD സതീശൻ വളരെ പെട്ടെന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വിമർശനം തന്നെയാണ്. അതിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ VD സതീശൻ ഒരു വർഷം തികയ്ക്കുമോ എന്നുള്ളതാണ്. അതിന് ഇവിടുത്തെ ഇടതുപക്ഷമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു വർഷം തികയ്ക്കാതിരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷമൊന്നും വേണ്ട. നമുക്ക് ഒരു ആന്റണിയുടെ ചരിത്രം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതേപോലൊക്കെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. അത് അവരുടെ തന്നെ ഭാഗമായിട്ടുള്ള A മുതൽ Z വരെയുള്ള ഗ്രൂപ്പുകളെല്ലാം കൂടിയിട്ട് എന്തൊക്കെ രീതിയിൽ പുകയാണ് ഓരോ മാളത്തിലും ഇനി ഉണ്ടാക്കാൻ പോവുക എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയ നാടകങ്ങളായിരിക്കും. എന്തായാലും ഇപ്പോൾ പറഞ്ഞ ഈ ഒരു വാക്കിന് പിണറായി വിജയന്റെ മറുപടി എഴുതി വെച്ചതോ ഓർമ്മയിൽ നിന്ന് ഉണ്ടാക്കിയതോ ഒന്നുമല്ല. അപ്പോൾ കിട്ടിയ വാക്കുകൾ കൊണ്ട് സ്പഷ്ടമായിട്ട് ആ പഴയ പാർട്ടി സെക്രട്ടറിയുടെ ആ ഒരു വാചകങ്ങൾ കൊണ്ടുള്ളൊരു മറുപടിയാണ്. അത് കേൾക്കേണ്ടതാണ്. വല്ലാത്തൊരു ഭൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലാക്കിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു കടക്കുകയായിരുന്നു.
അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടിതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ മോഹിച്ച് നിൽക്കണ്ട കേട്ടാ. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അത്ര മോഹങ്ങളൊന്നും വേണ്ട എന്ന് തന്നെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. നോക്കൂ, എന്തൊരു ആർജവത്തോടെയാണ് ആ ഒരു വാക്കുകൾ ആലോചിച്ചൊക്കെ. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്, തനിക്ക് പുറകിൽ തൻ്റെ പാർട്ടി ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.